കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വിജിലൻസ് വിസിൽ എന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചത്. ആ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തോട് പറഞ്ഞത് അഴിമതി വിമുക്തമായ കേരളത്തെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്നുള്ളതാണ്. എന്നാൽ ആ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയതിൻ്റെ പിറ്റേ ദിവസം അതേ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ കേരളത്തിൻ്റെ ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, 2018 പ്രളയത്തെ തുടർന്ന് പറവൂർ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ക്ലീൻ ചീറ്റ് നൽകുന്നു എന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. അസാധാരണമായ ഒരു പ്രഖ്യാപനമാണ് നടത്തിയത് എന്നുള്ളത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നാളിതുവരെയുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണാധികാരി തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണത്തെ സംബന്ധിച്ച് തൻ്റെ തന്നെ മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രിയെ കൊണ്ട് ക്ലീൻ ചീറ്റ് നൽകിയതായി പ്രഖ്യാപിച്ച ചരിത്രം ഈ കേരളത്തിലില്ല. പല മുഖ്യമന്ത്രിമാർക്കും ഭരണാധികാരികൾക്കും നേരത്തെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കെ കരുണാകരൻ ഉൾപ്പെടെ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരുടെ സ്ഥിതി നമ്മുടെ മുമ്പിലുണ്ട്. അവരെല്ലാം ബന്ധപ്പെട്ട ഏജൻസികൾ പരിശോധിക്കട്ടെ, കോടതി അതിനകത്ത് ഒരു ഉത്തരം പറയട്ടെ എന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ 70 ദിവസം മാത്രം പ്രായമുള്ള കേരളത്തിലെ വി.ഡി. സതീശൻ സർക്കാർ സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിയെ കൊണ്ട് തനിക്ക് നേരെയുള്ള കേസിന് ക്ലീൻ ചീറ്റ് നൽകിയതായി കേരളത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്ന അസാധാരണമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് അധികാര ദുർവിനിയോഗം എന്നതുകൊണ്ട് കാണാൻ കഴിയുന്നത്. വളരെ വ്യക്തമായ അധികാര ദുർവിനിയോഗമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ നേരത്തെ തന്നെ ഇതേ വിജിലൻസ് തന്നെ പരിശോധിച്ച് CBI ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന വേണം എന്ന നിഗമനത്തിലെത്തിയ കേസാണ് 70 ദിവസത്തെ പ്രായമുള്ള ഒരു സർക്കാർ മാറ്റിമറിക്കുന്നത് എന്നുള്ളത് കാണണം. പുനർജനിയുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് പല ഘട്ടങ്ങളിൽ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. 2018 പ്രളയത്തെ തുടർന്നാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള പറവൂരിനകത്തെ ദുരിതബാധിതരെ സഹായിക്കാൻ എന്ന നിലയിൽ അന്ന് MLA കൂടിയായിട്ടുള്ള, പറവൂരിൻ്റെ MLA കൂടിയായിട്ടുള്ള ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ പുനർജനി പോലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആക്ഷേപം വിദേശത്ത് പോയി ഫണ്ട് സമാഹരിച്ചു എന്നുള്ളതാണ്. FCRAയുടെ നിയമലംഘനമുണ്ടായിരിക്കുന്നു എന്ന ഗൗരവപ്പെട്ട ആരോപണമാണ് ഉയർന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ പുറത്തു വരുന്നത് നമ്മൾ കണ്ടു. ബർമിംഗ്ഹാമിൽ പോയി അന്ന് വി.ഡി. സതീശൻ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ തെളിവ് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്ന സ്ഥിതിവിശേഷം നമുക്കുണ്ടായി. അപ്പോൾ അദ്ദേഹം വിദേശത്ത് പോയി എന്നും വിദേശത്ത് പോയി പണം സ്വരൂപിക്കാൻ ഇടപെട്ടു എന്നതിനുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകൾ നമ്മുടെ മുമ്പാകെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. അങ്ങനെ വന്ന ഒരു കേസിൽ, അങ്ങനെ വിദേശത്ത് പോയി പണം സമാഹരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം വാങ്ങാതെയാണ് പോയിട്ടുള്ളത് എന്നുകൂടി വ്യക്തമാക്കപ്പെട്ട സ്ഥിതിക്ക് ആ കേസ് പരിശോധിക്കാൻ സ്വാഭാവികമായും ഒരു കേന്ദ്ര ഏജൻസിയുടെ സഹായം വേണ്ടി വരുമെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. കേരളത്തിൻ്റെ വിജിലൻസിൻ്റെ പരിശോധനയുടെ പരിധിക്കകത്ത് മാത്രം നിൽക്കുന്ന ഒരു കേസല്ല. ആ കേസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഉയർന്നു വന്ന ആരോപണത്തെ സംബന്ധിച്ച് വ്യക്തത വന്ന് അദ്ദേഹം കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ, അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്താൻ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണ് എന്നുള്ളതാണ് ആ കേസിൻ്റെ സ്വഭാവം തന്നെ വ്യക്തമാക്കുന്നത് എന്ന് കാണാൻ കഴിയും. എന്നാൽ അങ്ങനെയുള്ള ഒരു കേസിനകത്താണ് അധികാരത്തിൽ വന്ന് 70 ദിവസം കൊണ്ട് വിജിലൻസിൻ്റെ മുൻ റിപ്പോർട്ടിനെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ ക്ലീൻ ചീറ്റ് കൊടുത്തതായി ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിക്കുന്നത് എന്ന് കാണും. എന്തോ ഒളിക്കാനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നേരത്തെ വിജിലൻസിൻ്റെ റിപ്പോർട്ട് വന്ന് CBI അന്വേഷണത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ കേരളത്തിലെ എല്ലായിടത്തും വെച്ച ബോർഡ് ഞാൻ ഭയപ്പെട്ടു എന്ന് പറഞ്ഞ കേട്ടോ എന്നായിരുന്നു വി.ഡി. സതീശൻ്റെ പടം വച്ചിട്ട് വച്ചത്. പക്ഷേ 70 ദിവസക്കാലം കൊണ്ട് ഈ കാണിക്കുന്ന തത്രപ്പാടിൽ നിന്നും മലയാളിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മുഖ്യമന്ത്രി ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അധികാര ദുർവിനിയോഗം നടത്തി ഈ കേസ് അട്ടിമറിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് കാണുന്നത്. ഇവിടെ വിദേശത്ത് പോയി ഫണ്ട് സമാഹരിച്ചു എന്നതിൻ്റെ തെളിവ് വന്നതുപോലെ തന്നെ അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ പോയി സമാഹരിച്ച ഫണ്ട് ഇവിടെ
കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മണപ്പുറം ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര രൂപ വിദേശ രാജ്യങ്ങളിൽ നിന്നും സമാഹരിച്ചു, എത്ര തുകയാണ് സമാഹരിച്ചത്, ആ തുക സമാഹരിച്ച തുക മുഴുവൻ കേരളത്തിലിവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ, എത്തിയ തുക എന്തെല്ലാം കാര്യങ്ങളാണ് ചെലവഴിച്ചത് തുടങ്ങിയ കാര്യങ്ങൾക്ക് വ്യക്തത കേരളത്തിന് വേണം. ആരാണ് മലപ്പുറം ഫൗണ്ടേഷൻ്റെ പിന്നിൽ, അതിൽ വി.ഡി. സതീശനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും എന്തു ബന്ധമാണുള്ളത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തത നമ്മുടെ സമൂഹത്തിൽ വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചെലവഴിച്ച തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അദ്ദേഹം തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ അവകാശപ്പെട്ടിരുന്നത് 219 വീടുകൾ നിർമ്മിച്ചു നൽകി എന്നുള്ളതാണ്. മറ്റു ചില കാര്യങ്ങളും നൽകി എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നും നൽകിയില്ല എന്ന ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ അന്ന് തന്നെ ഉന്നയിച്ച ആക്ഷേപം, ഏതാണ് 219 വീട്? നിങ്ങൾ കേരളത്തിലെ എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, പറവൂരിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തൂ. ആ 219 വീടുകളുടെ അഡ്രസ്സ് ഒന്ന് പബ്ലിഷ് ചെയ്യൂ, നമ്മൾ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ നാളിതുവരെ ആ കാര്യം പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല. പുറത്തു വന്ന വിവരമനുസരിച്ച് ആകെ 19 വീടുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതാകട്ടെ വിവിധ ഏജൻസികൾ വഴി നിർമ്മിച്ച വീടുകളാണ് എന്നുള്ളതും കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ റീബിൽഡ് കേരളയിൽ നിന്നും പണം കിട്ടിയ ആളുകളുടെ വീടുകൾക്കകത്ത് പോലും പുനർജനി എന്ന ലേബൽ പതിക്കുന്ന ശ്രമം ഉണ്ടായത് നമ്മൾ നേരത്തെ കണ്ടതാണ്. സഹകരണ സംഘം നിർമ്മിച്ചിട്ടുള്ള ഹോം കെയർ പദ്ധതിക്കകത്ത് അങ്ങനെ വീട് കിട്ടിയ ആളുകൾ പോലും അതിൽ പുനർജനി പദ്ധതി പ്രകാരമാണ് എന്ന് അവകാശപ്പെടുന്ന വാദം നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുപോലെ ഇവിടുത്തെ വിവിധങ്ങളായിട്ടുള്ള ഏജൻസികളും വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ആസ്ട്രോ പോലെയുള്ള, വിഗാർഡ് പോലെയുള്ള നിരവധിയായ സ്ഥാപനങ്ങൾ, അവരെല്ലാം നൽകിയിട്ടുള്ള പദ്ധതികളിൽ പെടുത്തിയത് ഇങ്ങനെ വിദേശത്ത് നിന്ന് പണം സമാഹരിച്ച് ഉണ്ടാക്കിയതാണ് എന്ന നിലയിലേക്ക് അക്കൗണ്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് ഗൗരവപ്പെട്ട വിമർശനം ഉയർന്നു വന്നപ്പോൾ പല വീടുകളുടെയും ആ പുനർജനി എന്ന ബോർഡ് മാറ്റുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതുവരെ 219 വീടുകൾ ഏതാണ് എന്ന് വ്യക്തമാക്കാൻ ആവശ്യമായ ഒരു സമീപനം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഗൗരവമേറിയ ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന, ഗൗരവമേറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒന്നാണ് പുനർജനി തട്ടിപ്പ് കേസ് എന്നുള്ളത് കാണാൻ കഴിയും. അതങ്ങനെ തേച്ചുമാച്ച് കളയുന്ന ഒരു സമീപനം അംഗീകരിക്കപ്പെടാൻ കഴിയുന്നതല്ല. അതിനെ നിയമപരമായി നേരിടേണ്ടതിനാവശ്യമായ സമീപനങ്ങൾ സ്വീകരിക്കും. ഒപ്പം തന്നെ അതിൻ്റെ ഇത്തരം തട്ടിപ്പ് വശങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് തുറന്നു പറയുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സമീപനം എടുക്കും. ഇത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് ചേർന്ന ഒന്നല്ല എന്ന് കാണണം. ഒരു ഭരണാധികാരി, അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്ന ഒരു കേസ് നിലനിൽക്കുമ്പോൾ അത് നിയമപരമായ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പരിശോധന കുറെ കൂടി ഉയർന്ന രൂപത്തിൽ നടക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശം തന്നെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെയെല്ലാം അട്ടിമറിക്കാൻ വേണ്ടി തൻ്റെ മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രിയെ കൊണ്ട് പ്രഖ്യാപനം നടത്തി ക്ലീൻ ചീറ്റ് കൊടുക്കുന്നത് ഒരു വിചിത്രമായ രീതിയാണ്. അത് അംഗീകരിക്കപ്പെടാൻ കഴിയില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകരും ജനങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നാളിതുവരെ ഇത്തരത്തിലുള്ള വിജിലൻസിൻ്റെ റിപ്പോർട്ടുകൾ എന്തെങ്കിലും വന്നാൽ അതിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ബഹുമാനപ്പെട്ട കോടതിക്കകത്ത് സമർപ്പിച്ചു എന്ന വാർത്ത നിങ്ങൾ കൊടുക്കുമ്പോഴാണ് കേരളത്തിൻ്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ആഭ്യന്തരമന്ത്രി തന്നെ ക്ലീൻ ചീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇനി അതിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യവും പറയാനില്ലാത്ത രൂപത്തിലേക്കാണ് അത് പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇത് തെറ്റാണ്, അധികാര ദുർവിനിയോഗമാണ്, കേരളത്തിന് അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുക.